നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. 13 ജില്ലകളിൽ റെഡ് അലർട്ട്. ശക്തമായ കാറ്റിന് സാധ്യത. പുഴകളിൽ ജലനിരപ്പ് ഉയരുന്നു. തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭം. സംസ്ഥാനത്ത് കടലാക്രമണത്തിൽ വ്യാപക നാശം. കോഴിക്കോട് വൈദ്യുതാഘാതമേറ്റ് സഹോദരങ്ങൾ മരിച്ചു. 2 പേരെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. വടകരയിൽ ട്രാക്കിൽ മരം വീണു. കൊച്ചിയിൽ മുങ്ങിയ കപ്പലിലെ കണ്ടെയ്നറുകൾ തീരത്തടിയുന്നു. ആലപ്പുഴ, കൊല്ലം തീരങ്ങളിൽ അതീവ ജാഗ്രത. കണ്ടെയ്നറുകൾക്കടുത്തേക്ക് പോകരുതെന്ന് മുന്നറിയിപ്പ്. കടൽവെള്ളം പരിശോധിക്കാൻ ശാസ്ത്രജ്ഞർ. തിരുവനന്തപുരം നെടുമങ്ങാട് വാഹനാപകടത്തിൽ ഒരു മരണം. മരിച്ചത് കാട്ടാക്കട സ്വദേശി അമീർ. പത്തനംതിട്ടയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് 10 വയസ്സുകാരൻ മരിച്ചു. എറണാകുളത്ത് കാർ തലകീഴായി മറിഞ്ഞു. തിരുവനന്തപുരത്ത് യുവാവിനെ ഹണി ട്രാപ്പിൽ കുടുക്കിയ തട്ടിപ്പ് നടത്തിയ കേസിൽ 3 പേർ അറസ്റ്റിൽ. പിടിയിലായത് നെയ്യാറ്റിൻകര പേയാട് സ്വദേശികൾ. കാട്ടാക്കട സ്വദേശിയിൽ നിന്ന് പണവും സ്വർണവും തട്ടിയത് കഴക്കൂട്ടത്തേക്ക് വിളിച്ചുവരുത്തി. പ്രതികൾ യുവാവിനെ പരിചയപ്പെട്ടത് ഇൻസ്റ്റഗ്രാം വഴി. വെള്ളിയാഴ്ച വരെ കനത്ത മഴ. വരും മണിക്കൂറുകളിൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. സാരംഗ് വിവരങ്ങളുമായി ചേരുന്നു. സാരംഗ്, എന്താണ് ഏറ്റവും ഒടുവിൽ വരുന്ന അറിയിപ്പ് അനുസരിച്ച് ഏതൊക്കെ ഇടങ്ങളിലാണ് കൂടുതൽ മഴയ്ക്ക് സാധ്യത? എന്തൊക്കെ മുൻകരുതലുകൾ? നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നമുക്ക് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കേരളത്തിലെ 11 ജില്ലകൾ, അതായത് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് ജില്ലകളായ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. രൂക്ഷമായ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. അതേപോലെ തന്നെ അതിതീവ്ര മഴയാണ്, അതായത് 204 മില്ലിലിറ്റർ കൂടുതൽ മഴ ലഭിക്കുകയാണെങ്കിൽ പ്രഖ്യാപിക്കുന്ന അതിതീവ്ര മഴയാണ് വരും ദിവസങ്ങളിൽ കേരളത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളതെന്ന് പറയുന്നത്. അതേപോലെ തന്നെ മണ്ണിടിച്ചൽ, ഉരുൾപൊട്ടൽ എന്നിവയ്ക്ക് സാധ്യതയേറെയാണ്. മലയോര പ്രദേശങ്ങളിലേക്ക് രാത്രി യാത്ര നിരോധിച്ചിട്ടുണ്ട്. മാത്രമല്ല മത്സ്യബന്ധനത്തിന് പോകുന്നതും നിലവിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് 29-ാം തീയതി വരെ. അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് നിലവിൽ കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ളത്. എന്തായാലും കേരളത്തിൽ ഉടനീളം ഓറഞ്ച് അലേർട്ടും റെഡ് അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അതിതീവ്ര മഴ നേരിടാനുള്ള മുന്നൊരുക്കങ്ങളാണ് കേരളത്തിൽ ഉടനീളം ജില്ലകളിലും സംസ്ഥാന സർക്കാർ നേരിടാൻ വേണ്ടിയിട്ടുള്ള കൺട്രോൾ റൂം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലവിൽ സജ്ജമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ കോളേജുകൾക്ക് പല ജില്ലകളിലും പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ ഇനിയിപ്പോൾ സ്കൂളുകൾ തുറക്കാൻ പോവുകയാണ്. ഇനി വരുന്ന അടുത്ത മാസത്തിനുള്ളിൽ സ്കൂൾ തുറക്കുകയാണ്. അതേപോലെ തന്നെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള മറ്റ് സ്ഥാപനങ്ങൾക്കെല്ലാം പല ജില്ലകളിലും അവധികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശരി, സാരംഗാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് പറയുന്നത്. കനത്ത ജാഗ്രത തുടരുകയാണ്. സംസ്ഥാനത്ത് 4 ദിവസമായി തുടരുന്ന മഴയിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. മലയോര മേഖലകളിലടക്കം മഴ ശക്തമാണ്. മഴ പെയ്ത പ്രദേശങ്ങളിലെല്ലാം കനത്ത നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. തിരുവനന്തപുരം വെള്ളറടയിൽ മരം വീണ് കടമുറി തകർന്നു. പലയിടങ്ങളിലും വൈദ്യുത ബന്ധം തകരാറിലായി. നെയ്യാറ്റിൻകര, തത്തിയൂർ, കീഴ്മാടം, കുളത്തൂർ, ചങ്കിലി മേഖലകളിൽ കൃഷി നശിച്ചു. പൊഴിയൂർ, പൂവാർ, തെക്കേ കൊല്ലങ്കോട്, പുല്ലുവിള മേഖലകളിൽ കടൽ പ്രക്ഷുബ്ധമാണ്. കൊല്ലം, പത്തനാപുരം, പുന്നല, കടശ്ശേരി, കറവൂർ, ചെമ്പനരുവി, അച്ചൻകോവിൽ എന്നിവിടങ്ങളിൽ മഴ നാശം വിതച്ചു. പാലരുവിയിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസിന് മുകളിലും ഏരൂരിൽ വീടിനു മുകളിലും മരം വീണു. കുളത്തൂപ്പുഴയിൽ വിളക്കുവെട്ടം, നെല്ലിപ്പള്ളി, വാളക്കോട്, കലയനാട്, മണിയാർ, അഷ്ടമംഗലം തുടങ്ങിയ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളക്കെട്ടാണ്. അഞ്ചൽ, അലയമൺ പഞ്ചായത്തുകളിൽ കറണ്ടില്ല. തോട്ടം മേഖലയെയും മഴ കാര്യമായി ബാധിച്ചു. കോട്ടയത്ത് മീനച്ചിലാറിൽ ജലനിരപ്പുയർന്നു.
പനമ്പാലത്ത് മതിലിടിഞ്ഞു വീണ് വീടിന് കേടുപാടുകൾ സംഭവിച്ചു. ചുങ്കത്ത് 2 ഓട്ടോകൾക്ക് മുകളിൽ മരം വീണു. മണിമല പൂവത്തോലിയിലെ പാറവടയ്ക്ക് സമീപം മണ്ണിടിഞ്ഞ് കോഴിഫാം നശിച്ചു. മൂവാറ്റുപുഴയാറിൽ ഒഴുക്കിൽപ്പെട്ട് ഒരാളെ കാണാതായി. തെരച്ചിൽ തുടരുകയാണ്. പാലക്കാട് കാവശ്ശേരിയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം മരം വീണ് തകർന്നു. പട്ടാമ്പി പള്ളിപ്പുറം തീരദേശ പാതയിൽ കൊടുമുണ്ടയിൽ മരം വൈദ്യുതി ലൈനിലേക്ക് വീണു. ചെർപ്പുളശ്ശേരിയിൽ താൽക്കാലിക റോഡ് ഒലിച്ചുപോയി. മണ്ണാർക്കാട് കുന്തിപ്പുഴയിൽ ഒരാളെ കാണാതായി. ഞാങ്ങാട്ടിരിയിൽ വൻമരം കടപുഴകി. കോഴിക്കോട് വടകര മടപ്പള്ളിയിൽ റെയിൽവേ ട്രാക്കിൽ മരം വീണു. മാമ്പറ്റ പ്രതീക്ഷാ സ്കൂളിന് സമീപം മരം കടപുഴകി. ഇരുവഴിഞ്ഞിപ്പുഴയും ചെറുപുഴയും നിറഞ്ഞൊഴുകുകയാണ്. ഇടുക്കിയിൽ കനത്ത മഴ തുടരുകയാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പലയിടത്തും മണ്ണിടിച്ചിലുണ്ടായി. അടിമാലി രാജക്കാട് പൊന്മുടി ഭാഗത്ത് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. റാണിക്കല്ലിലും മരം കടപുഴകി. തൊടുപുഴ മുട്ടത്ത് പരപ്പൻതോട് നിറഞ്ഞു കവിഞ്ഞ് വീടുകളിൽ വെള്ളം കയറി. കോടിക്കുളത്ത് കാറ്റിൽ റബ്ബർ മരങ്ങൾ നിലം പതിച്ചു. കല്ലാർകുട്ടി, വാളറ, പാംബ്ല എന്നിവിടങ്ങളിലും ഗതാഗത തടസ്സമുണ്ടായി. ജില്ലയിൽ കൺട്രോൾ റൂമുകൾ തുറന്നു. മഴ ട്രെയിൻ ഗതാഗതത്തെയും സാരമായി ബാധിച്ചു. പല ട്രെയിനുകളും മണിക്കൂറുകൾ വൈകിയാണ് സർവീസ് നടത്തുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. എറണാകുളത്തിന്റെ തീരമേഖലയിൽ കടലാക്രമണം രൂക്ഷമാണ്. പശ്ചിമ കൊച്ചിയുടെ തീരമേഖലകളിലും വൈപ്പിനിലുമാണ് കൂടുതൽ പ്രതിസന്ധി. വീടുകളിൽ വെള്ളം കയറിയതിനാൽ പലരും ബന്ധുവീടുകളിലേക്ക് താമസം മാറി. ചെല്ലാനത്ത്, കണ്ണമാലി മേഖലകളിലെല്ലാം തന്നെ രൂക്ഷമായ രീതിയിൽ തന്നെ കടലാക്രമണമാണ്. ഒരു ഭാഗത്ത് കടൽ കയറുമ്പോൾ ഇപ്പുറത്തേക്ക് സംഭവിക്കുന്നത് ഈ പ്രദേശത്തെ വഴികളാണ്. ഈ വഴികൾ പൂർണ്ണമായും തന്നെ വെള്ളക്കെട്ടിലേക്കെല്ലാം തന്നെ മാറുന്നു. ഇത് കടൽ വെള്ളം നിറയുന്നു. വീടുകൾക്ക് അകത്തേക്ക് കയറുന്ന ഒരു സ്ഥിതിയിലേക്കെല്ലാം തന്നെ വരുന്നു. പലരും ബന്ധുവീടുകളിലേക്കും മറ്റും മാറുന്ന അവസ്ഥയിലേക്ക് വരുന്നു. വീടിനകത്തുള്ളവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ. ഈ വീടുകളെല്ലാം തന്നെ താരതമ്യേന മറ്റിടങ്ങളിലേക്കാളും കുറച്ചുകൂടി ഉയരത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. കാരണം ഈ ഒരു കാലവർഷം അവർക്ക് ബുദ്ധിമുട്ടാകുമെന്ന് അവർക്ക് വളരെ കൃത്യമായി അറിയാവുന്നവർ തന്നെയാണ്. പക്ഷേ ഇത് പലപ്പോഴും കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് തന്നെയാണ് ഈ കാലവർഷം എത്തുന്നത്. ഇവിടേക്ക് വരുമ്പോഴെല്ലാം പുഴ നിറഞ്ഞൊഴുകുന്നത് പോലെ തന്നെയാണ് ഓരോ ഇടവഴികളും എല്ലാം തന്നെ വെള്ളക്കെട്ടിലേക്ക് വരുന്നത്. ഇവിടെ നിന്നെല്ലാം തിര കടന്നെത്തുന്ന വെള്ളം ഇവിടേക്ക് നിറയുന്ന ഒരവസ്ഥയിലേക്ക് എല്ലാം തന്നെ പോകുന്നു. മറ്റിടങ്ങളിലേക്ക് മാറുന്ന ഒരവസ്ഥയിലേക്കായോ കാര്യങ്ങൾ? ഇതിപ്പോൾ ഞങ്ങൾ എല്ലാ കൊല്ലം ഇത് തന്നെ അനുഭവിക്കണേ. ഈ സർക്കാരിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു ഇത് ഞങ്ങൾക്ക് ചെയ്യുന്നിട്ടില്ല. ഇപ്പം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളിതുണ്ട് ഈ നോക്കിക്കെ മുട്ടിനീര് വെള്ളമാണ്. ഞങ്ങളിപ്പോൾ കുഞ്ഞുങ്ങൾ പിള്ളേരായിട്ടൊക്കെ ഇവിടെ പോകും. ഇവിടെ പ്രസവിച്ച് കിടക്കുന്ന പിള്ളേർ വരെ ഉണ്ട്. അറിയാമോ? ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ഡെലിവറി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ വരെ ഇതിൻ്റെ അകത്ത് ഈ വീട്ടിലുണ്ട്. ഞങ്ങൾ ഇവിടെയായിട്ട് ഇവിടെ പോകും. സർക്കാർ ഇതിനൊരു കാരണം കാണണം. ഈ ഇലക്ഷൻ വരാൻ നേരത്ത് കുറേ ആൾക്കാർ ഇങ്ങോട്ട് വന്നു ചോദിക്കും ഞങ്ങൾക്ക് വോട്ട് വേണമെന്ന് പറയും. ഞങ്ങൾ എന്ത് ചെയ്യാനാണ് ഇത്? ഈ കുഞ്ഞുങ്ങളായിട്ട് വല്ലയിടത്ത് പോകാൻ പറ്റും? ഇതുണ്ട് ഈ അവിടെ അറ്റം വരെ വെള്ളമാണ്. ഇതന്നെ അവസ്ഥ തന്നെയാണ്. മോശമാണ്. ഇവിടെ കല്ല് ഇവിടെ തൊട്ട് ചെന്നൊക്കെ കാണും. കടല് നേരെ ഡയറക്റ്റ് ചെയ്യണ കല്ലില്ല അവിടെ. ചെല്ലാനും ചെറിയടവാണ് ചെറിയടവ് പ്രദേശമാണ്. ചെല്ലാനും ചെറിയതുണ്ടോ വന്ന മഴയാണ്. ഞങ്ങളൊക്കെ ബുദ്ധിമുട്ടിയുണ്ടാവും. കല്ലൊക്കെ വെച്ച് മറ്റേ കട്ടയൊക്കെ വെച്ച് എല്ലാം മാറ്റി ക്ലിയർ ആയിട്ട് വന്നേക്കണം. എന്നാലും ഇതുണ്ടോ വെള്ളം കറക്റ്റായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കണം. അവിടെയൊക്കെ കംപ്ലീറ്റ് ബ്ലോക്കാണ്. ഞങ്ങളെല്ലാം വീടുകളെല്ലാം പൂർണ്ണമായിട്ട് മുങ്ങിക്കിടക്ക് കംപ്ലീറ്റ് വീട് മുങ്ങിക്കിടക്ക്. ഇതത് അപ്പുറത്തായിട്ടൊക്കെ ഒന്ന് കാണിക്കും. അങ്ങോട്ട് അവിടെയൊക്കെ നോക്ക്. ആ ഇടവഴി ഇത് ഇടവഴിയാണ്. ഇടവഴി വാങ്ങി ഇത് കണ്ട അങ്ങോട്ട് നോക്ക്. അവിടെയൊക്കെ കംപ്ലീറ്റ് വെള്ളക്കെട്ടിലാണ്. പുറത്തോട്ടിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. വഴികളിലേക്കെല്ലാം വരുമ്പോഴുള്ളൊരവസ്ഥ ഇത് തന്നെയാണ്. അവർ പറയുന്നത് തൊട്ടപ്പുറത്തുള്ള വീടുകളിലേക്ക് നേരത്തെ വരുമ്പോഴെല്ലാം തന്നെ അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് ഈ ചെറിയ കടവ് പ്രദേശത്തെ കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നതാണ്. വീട് ഓരോ നിമിഷവും ഓരോ സമയം കഴിയും തോറും വെള്ളം കയറി വരുന്നു. ഇത് ഇപ്പോൾ പകൽ സമയത്തെ ഒരു ദൃശ്യമാണ്. പക്ഷേ രാത്രിയിലേക്കും ഇതേ അവസ്ഥ തന്നെയാണ്. രാത്രിയിലും ഉണ്ടാകുന്ന രൂക്ഷമായ രീതിയിലുള്ള കടലാക്രമണം അവർ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്താണ് അത് ഉണ്ടാകുന്നത്. ഈ സമയം വീടുകളിലേക്ക് അകത്തേക്ക് കയറാൻ പോലും പറ്റാത്ത ആ സ്ഥിതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ മാറുന്നത്. ഇപ്പോൾ ഒരല്പം കൂടി വെള്ളം ഉയർന്നിട്ടുണ്ടെങ്കിൽ വീടിനകത്തേക്ക് കയറുന്ന അവസ്ഥയാണ്. ഈ വീട്ടിലാണോ ഇത് സ്ഥിരമായിട്ട് സംഭവിക്കുന്നുണ്ടോ? അല്ല, ഇടക്കിടക്ക് വരുന്നുണ്ട്. എന്താ ചെയ്യുന്നത്? മാറി താമസിക്കുമോ അതോ ആ വെള്ളം അതോട്ട് കയറുമ്പോ മാറേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും അല്ലെ? വീട്ടിലെ എല്ലാവരുമായിട്ട് പുറത്തേക്ക് പോകേണ്ട സ്ഥിതിയിലേക്ക് വരും.
ഒരു മാറ്റവും എവിടെയും ഉണ്ടാവുന്നില്ല. തന്നെയാണ് കാരണം ഒരു മാറ്റവും അവർക്ക് ഉണ്ടാകുന്നില്ല എന്നത് തന്നെയാണ്. ഈ പ്രദേശങ്ങളെല്ലാം പൂർണ്ണമായും വെള്ളക്കെട്ടിന്റെ പിടിയിലേക്കെല്ലാം തന്നെ വരുന്നു. ഇതിൽ എങ്ങനെയാണ് ഇതിൽ നിന്ന് പുറത്തു കടക്കുക, ഈ ദുരിതത്തിൽ നിന്ന് എങ്ങനെ കയറാനാകുമെന്നതിനെ കുറിച്ച് അവർക്കും വ്യക്തതയില്ല. സ്ഥിരമായ ഒരു ടെട്രാപോഡ് സംവിധാനത്തിലുള്ള കടൽഭിത്തി ഇല്ല എങ്കിൽ പശ്ചിമ കൊച്ചിയുടെ തീരമേഖലകളിൽ ഈ ദുരിതവും വറുതിയുമെല്ലാം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. കോഴിക്കോട് ശക്തമായ കാറ്റിൽ തോട്ടിലേക്ക് ഇലക്ട്രിക് പോസ്റ്റ് ഒടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ കോടഞ്ചേരിയിൽ സഹോദരങ്ങളായ 2 കുട്ടികളാണ് ഷോക്കേറ്റ് മരിച്ചത്. തോട്ടിൽ മീൻ പിടിക്കാനിറങ്ങിയ കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത്. സംഭവസമയം KECBയെ വിവരം അറിയിച്ചെങ്കിലും തിരിഞ്ഞു നോക്കിയില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെ ദാരുണമായ മരണം ഉണ്ടാക്കിയ അല്ലെങ്കിൽ മരണത്തിനിടയാക്കിയ ചെറിയ കൈത്തോടാണത്. ഇവിടെ നിന്ന് ഏതാണ്ട് 100 മീറ്റർ മാത്രം മുകളിലാണ് ഈ കുട്ടികളുടെ വീട് സ്ഥിതി ചെയ്യുന്നത്. ചന്ദ്രൻകുന്നിൽ ബിജുവിന്റെ മക്കളാണ് ഇവർ വൈകുന്നേരം കുളിക്കാനായി ഈ ചെറിയ കൈത്തോട്ടിലേക്ക് ഇറങ്ങുകയായിരുന്നു. ഈ കൈത്തോട്ടിൽ കുളിക്കുന്ന സമയത്ത് തൊട്ട് സമീപത്ത് തന്നെ ഒരു കാട് പോലെ നിൽക്കുന്ന സ്ഥലം നമുക്ക് കാണാം. അവിടെ ഒരു വലിയ തേക്ക് മരം നിലനിൽക്കുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ആ തേക്ക് മരത്തിന്റെ ഒരു ചില്ല ഒടിഞ്ഞ് സമീപത്ത് തന്നെയുള്ള ഒരു പോസ്റ്റിലേക്ക്, ഈ പോസ്റ്റ് ഈ ചെറിയ തോടിന് കുറുകെ കടന്നുപോകുന്ന ഒരു വൈദ്യുതി കമ്പിയാണ്. ആ വൈദ്യുതി കമ്പി ഉള്ള ടെലിഫോൺ ഇലക്ട്രിക് പോസ്റ്റിലേക്കാണ് ആ തേക്കുമരം വീണത്. ആ തേക്കുമരം വീണതിനെ തുടർന്ന് വൈദ്യുതി ലൈൻ പൊട്ടുകയും ഈ തോടിന് കുറുകെ നടക്കുന്ന ഈ വെള്ളത്തിലേക്ക് വീഴുകയുമായിരുന്നു. ഇതേ രീതിയിൽ തന്നെ ആവാം ഒരുപക്ഷെ ആ കുട്ടികൾ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ വൈദ്യുതി കമ്പി പൊട്ടി ഈ വെള്ളത്തിലേക്ക് വീണത്. തുടർന്ന് വൈദ്യുതി പ്രവാഹം ഉണ്ടാവുകയും കുട്ടികൾ ഷോക്കേറ്റ് മരിക്കുകയുമായിരുന്നു. ഇതിനുശേഷം പിന്നീട് കുട്ടികൾ ഏറെ നേരം ഒരുപക്ഷെ വെള്ളത്തിൽ കടന്നിരിക്കാം എന്നൊരു നിഗമനമാണുള്ളത്. മറ്റു ചില കുട്ടികൾ കൂടി കുളിക്കാനായി ഈ സ്ഥലത്തേക്ക് എത്തിയപ്പോഴാണ് 2 പേർ വെള്ളത്തിൽ കിടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ ഈ വൈദ്യുതി കമ്പി കാണുകയും ഒരുപക്ഷെ ഷോക്കേറ്റതാണ് എന്നൊരു വിലയിരുത്തലിൽ മുതിർന്നവരെ വിളിക്കുകയും അവർ വന്ന് ഫ്യൂസ് ഊരിയ ശേഷമാണ് കുട്ടികളെ പുറത്തേക്കെടുക്കുകയും ചെയ്ത് ഉടൻ തന്നെ കുട്ടികളുമായി ആശുപത്രിയിലേക്ക് പോയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. നമുക്കൊപ്പം നാട്ടുകാരായ ആളുകൾ തന്നെയുണ്ട്. നമുക്ക് അവരിലേക്ക് പോകാം. എന്താണ് സംഭവിച്ചത് എന്ന് സംബന്ധിച്ച് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. നമ്മുടെ പിള്ളേര് മഴയായിരുന്നു, മഴയത്ത് മീൻ പിടിക്കാനാന്നുള്ള ഉദ്ദേശത്തിൽ വന്നതായിരിക്കാനാണ് സാധ്യത. അവരിവിടെ തോട്ടിൽ ചാടി, അപ്പം ലൈൻ പൊട്ടി വീണു. അപ്പോൾ അവർക്ക് അബദ്ധത്തിൽ ഷോക്കേറ്റതാണ്. കൂടെ ആരും ഉണ്ടായിരുന്നില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ അവർ വന്നപ്പോഴത്തേക്കിനും ഇവിടെ മരണം സംഭവിച്ചു കഴിഞ്ഞു. പിന്നെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ വന്ന് ഫ്യൂസ് ഊരി ബോഡി എടുത്ത് ഇവിടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട്, അവിടെ എത്തിക്കുകയാണ് ഉണ്ടായത്. അന്ന് നല്ല മഴയും നല്ല കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം വീട്ടിലാണെങ്കിൽ കറണ്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോഴാണ് ഒരു കുട്ടി വീട്ടിലേക്ക് വന്നു, ഇങ്ങനെയാണ് കാര്യം പറഞ്ഞു. ഞാൻ അപ്പൊ തന്നെ വണ്ടി എടുത്ത് ചെന്നു. കുട്ടികളാണോ വന്ന കാര്യം പറഞ്ഞത്? വേറൊരു പെങ്കൊച്ചാണ് വന്നത്. അപ്പൊ ഇവിടെ തന്നെയുള്ള വീട്ടിലുള്ള തന്നെയാണ്. അപ്പൊ അവര് വന്നു, കരഞ്ഞോണ്ട് വന്നു. തന്നെ വണ്ടി എടുത്ത് വന്നപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ വന്ന് ഇവിടെ എത്തിച്ചായിരുന്നു. നേരെ വണ്ടിയിലോട്ട് കയറ്റി നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അവരുടെ വീട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്നും കേവലം 100 മീറ്റർ മാത്രം അകലെയാണ് ഈ സംഭവം നടന്ന ചെറിയ കൈത്തോടുള്ളത്. നമുക്കൊപ്പം ഇപ്പോൾ നാട്ടുകാരുണ്ട്. ഈ ലൈൻ കമ്പികൾ താഴ്ന്നു കിടക്കുന്ന ഒരു പതിവ് സംഭവമാണല്ലേ? പലപ്പോഴും നാട്ടുകാരിൽ പലർക്ക് പോലും ഈ കമ്പികളൊക്കെ മാറ്റി മുന്നോട്ട് പോകേണ്ട സാഹചര്യം വന്നിട്ടുണ്ട് അല്ലെ? പല സ്ഥലത്തും താഴ്ന്നും ഇസഡ് ആകൃതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലിച്ചിട്ടാണുള്ളത്. ഇത് പിന്നെ മരങ്ങൾ റബ്ബറുണ്ട്, തെങ്ങുണ്ട്, കൊക്കുണ്ട്, എല്ലാം ഉണ്ട്. അതിനിടയിൽ കൂടിയാണ് ഇത് സഞ്ചരിക്കുന്നത്. അപ്പൊ അതിന്റേതായ വിഷമങ്ങൾ ഉണ്ട്. ഇത് ആരായാലും ഇറങ്ങി കുളിക്കുന്നതും നനയ്ക്കുന്നതും ഒക്കെയാണ് ഇവിടെ പിള്ളേർ വന്ന്. കാരണം പിള്ളേർ രണ്ടും പോയി കിടക്കുന്ന വേറെ പിള്ളേര് കുളിക്കാൻ വന്നവർ കണ്ടാണല്ലോ കാണുന്നത്. കാണുന്നത് അതെ. 3-4 ദിവസമായിട്ട് ഇവിടെ കാറ്റും മഴയുള്ളതാണ്. മഴ തുടങ്ങിയപ്പോ തൊട്ട് ഇവിടെ മഴ കൂടുതലാണ് പൊതുവെ. ഈ കറണ്ട് പോയും വന്നൊക്കെ നിൽക്കുമായിരുന്നു. എങ്ങനെയാണ് കറണ്ട് പോയി ഒരു കാറ്റ് വന്നു കഴിഞ്ഞാൽ കമ്പ് വീണാൽ അന്നേരം കറണ്ട് പോവും, പിന്നെ കറണ്ട് വരും. അങ്ങനെയൊക്കെ അങ്ങനെ വന്നും പോയി ഇരിക്കുന്നതാണ്. കാരണം പെട്ടെന്ന് ആരും കണ്ടില്ല. അതുപോലെ കാറ്റും മഴ ആയതുകൊണ്ട് ആരും കണ്ടില്ല. ഈ പിള്ളേർ കുളിക്കാൻ വന്നതുകൊണ്ടാണ് ഇവർക്ക് കാണാൻ പറ്റിയത്, അല്ലെങ്കിൽ ആരും കാണുകയില്ല. എന്തായാലും അങ്ങേയറ്റം ദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. പലയിടത്തും വൈദ്യുതി ലൈനുകൾ താഴ്ന്നു കിടക്കുന്നു. കൃഷിയിടങ്ങൾക്കുള്ളിലൂടെയൊക്കെ പോകുന്ന ലൈനുകൾ റോഡുകളിലൂടെയൊക്കെ മാറ്റണമെന്ന ആവശ്യം പലപ്പോഴും ചെയ്യാതിരിക്കുന്നു. അതുകൊണ്ട് ഈ കൃഷിയിടങ്ങളിൽ എത്തുന്ന കർഷകർക്ക് പോലും പലപ്പോഴും ഷോക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് തന്നെ നാട്ടുകാർ പറയുന്നു. ഒപ്പം KECBയിൽ പലരെയും ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും ആ സമയത്ത് നടന്നില്ല. ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെ ഫ്യൂസ് ഊരിയാണ് കുട്ടികളെ അവിടെ നിന്നും മാറ്റിയതെന്നും പറയുന്നു.
സൗദി പൌരന്റെ കൊലപാതക കേസിൽ കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന് വൈകാതെ മോചനം ഉണ്ടാകും. നേരത്തെ വധശിക്ഷ ഒഴിവാക്കിയ കോടതി 20 വർഷം തടവ് ശിക്ഷ വിധിച്ചു. നിലവിൽ 19 വർഷത്തിലധികമായി ജയിലിൽ കഴിയുന്ന റഹീമിന് ഇതോടെ ഉടൻ പുറത്തിറങ്ങാനാകും. ഇപ്പോൾ അമ്മ മാധ്യമങ്ങളെ കാണുകയാണ്. റഹീമിന്റെ തത്സമയ സംരക്ഷണം. ഹലോ, പിന്നെ സംസാരിക്കാം. വളരെ സന്തോഷം. തീരുമാനം വന്നു കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് സന്തോഷമായോ? എന്റെ കുട്ടിനെ കണ്ടാലല്ല എനിക്ക് സമാധാനം. ഞങ്ങൾക്ക് എന്റെ കുട്ടിയെ കണ്ടാൽ മതി. എന്തെല്ലാം പറഞ്ഞൊക്കെ പറ്റിച്ച് മക്കളെ എനിക്ക് സഹിക്കാൻ കഴിയില്ല. 20 വർഷം എന്ന് പറയുമ്പോഴും കുറച്ച് മാസം കൂടി മതി ജയിലിൽ കഴിയാൻ. ഒരു മാസം ഇല്ല ഞാൻ കഴിച്ചില്ല. എന്റെ ഇമാമ നിർത്തി തന്നെ നിർത്തി പോയില്ലേ. കുറച്ച് മാസങ്ങൾ കൂടി മതി. കുറച്ച് മാസങ്ങൾക്ക് ശേഷം വീണ്ടും ജയിൽ മോചിതനാവുന്നതാണ് ഇപ്പോൾ കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. എത്തി കാണട്ടെ. ഓ സന്തോഷിച്ച് ഇനി സന്തോഷിക്കേണ്ട കുട്ടിയെ കാണട്ടെ. ഒന്ന് വിട്ടിക്കണോ മോചനം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കുട്ടിയെ കാണട്ടെ. അന്നേരം ഞാൻ നാളെ നിന്നായിരുന്നു. ഇനി വയ്യ. അബ്ദുൾ റഹീമിന്റെ അമ്മ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. എന്തായാലും കുട്ടിയെ കാണട്ടെ എന്നാണ് പറയുന്നത്. മകൻ തിരിച്ചു വരുന്ന വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് അതിന്റെ പൂർണ്ണമായ വിവരം ലഭിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് കിട്ടിയ വിവരപ്രകാരം വളരെ സന്തോഷകരമാണ്. 20 വർഷത്തെ തടവാണ് കോടതി വിധിച്ചിട്ടുള്ളത്. ഏകദേശം 19 വർഷത്തോളമായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യമായ വിവരങ്ങൾ ജഡ്ജ്മെന്റ് കിട്ടിയതിനു ശേഷം നിയമ വിദഗ്ധരുമായി കൂടിയാലോചിച്ച് ഞങ്ങളുടെ റിയാദ് കമ്മിറ്റിയുമായി കൂടിയാലോചിച്ചിട്ട് വേണം ഞങ്ങൾക്ക് കൃത്യമായ വിവരം മാധ്യമങ്ങളോട് പറയാനുള്ളത്. ഈ ഇന്ന് കിട്ടിയ വിധി നമ്മുടെ നാടിന്റെ കൂട്ടായ ഒരു പരിശ്രമത്തിന്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ മാധ്യമങ്ങളുടെ കൃത്യമായ ഇടപെടലുകൾ ഇതിലുണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. അതായത് ഇത്രയും കാലമുള്ള തടവ് ശിക്ഷ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തീർച്ചയായിട്ടും പിന്നെ പറഞ്ഞിട്ടുള്ളത് എന്നാണോ അയാൾ കസ്റ്റഡിയിൽ വന്നിട്ടുള്ളത് അന്ന് മുതൽ ആണ് ഈ തടവ് എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. 2006 അദ്ദേഹത്തെ പിന്നെ ജയിലിലാക്കിയിട്ടുള്ളത്. ഇത് 2006 ഡിസംബറിലാണ്. ഇത് ഇന്ന് 2025 മെയ് മാസമായി അല്ലെ, ജൂണിലേക്ക് കടക്കുകയാണ്. അപ്പൊ വളരെ ചെറിയ കാലഘട്ടം കൂടി നമുക്ക് അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടതായിട്ടുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ അറബി മാസമായിരിക്കും ഇതിന്റെ പിന്നെ ദൈർഘ്യം കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെക്കാൾ കുറച്ച് ദിവസം, ഇംഗ്ലീഷ് മാസത്തേക്കാൾ കുറച്ച് ദിവസം കുറവാണ് അറബി മാസം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ല, ഞങ്ങൾ ഇതിന്റെ അപ്പീല് ഞങ്ങൾ ഇന്ന് കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കും. അത് പിന്നെ റിയാദ് കമ്മിറ്റിയും ഇവിടുത്തെ പിന്നെ നിയമസഹായ സമിതിയും ബന്ധപ്പെട്ട നിയമജ്ഞരുമായി കൂടി ആലോചിച്ച് അപ്പീൽ കൊടുക്കുന്നതിനുള്ള കാര്യങ്ങളും കൂടി അതിനാണ്. അപ്പീൽ ഞങ്ങൾ ഈ 20 വർഷം എന്നുള്ള തടവ് കഴിഞ്ഞ തടവായി കണക്കാക്കി അദ്ദേഹത്തെ മോചിപ്പിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതൊന്ന് പിന്നെ നാസറായിരിക്കും കൂടുതൽ അതിനെക്കുറിച്ച് പറയാൻ. വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലൂടെയാണ് ഇപ്പം നമ്മൾ ഇരിക്കുന്നത്. അതായത് ഏതാണ്ട് 18-19 വർഷമായിട്ട് റിയാദ് നിയമസഹായ സമിതി ഇതിന്റെ പിറകിലുണ്ട്. അതോടൊപ്പം തന്നെ നാട്ടിലെ കമ്മിറ്റിയും വളരെ ഐക്യത്തോടുകൂടി പ്രവർത്തിക്കുകയും ഒരുപാട് ഏതാണ്ട് 9.5 ലക്ഷത്തോളം ആളുകൾ സംഭാവന നൽകിയാണ് നമ്മൾക്ക് ഈ റഹീമിന്റെ വധശിക്ഷ ഒഴിവാക്കാൻ സാധിച്ചത്. അതോടൊപ്പം എടുത്തു പറയേണ്ടത് നമ്മുടെ നാട്ടിലെ മാധ്യമപ്രവർത്തകരുടെ ഒരു വലിയ പിന്തുണയാണ്. 2006 ഡിസംബർ 24 കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. ഇപ്പൊ ഇന്ന് വിധി വന്നത് പബ്ലിക് റൈറ്റ്സ് പ്രകാരം 20 വർഷത്തെ തടവാണ് വിധിച്ചിരിക്കുന്നത്. അത് അറബിക് കലണ്ടറിൽ സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ റിയാദിലെ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന് മോചനം സാധ്യമാകുന്ന വാർത്തയോട് പ്രതികരിക്കുകയാണ് ബന്ധുക്കൾ. എന്തായാലും എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. ഇടപെട്ട എല്ലാവർക്കുമുള്ള നന്ദി പ്രകടിപ്പിക്കുകയാണ് ബന്ധുക്കൾ. ഇനി ഒരു മാസങ്ങളുടെ ജയിൽ ശിക്ഷ കൂടി അനുഭവിച്ചാൽ അബ്ദുൾ റഹീമിന് മോചനം സാധ്യമാകും. സകലമാന കേരളം പൂർണ്ണമാവുകയാണ്. നമസ്കാരം.